10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 3ാമത്തെ അധ്യായമാണ് വൈദ്യുതകാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. കുറച്ച് വലിയൊരു ചാപ്റ്ററാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതകളുണ്ട്. പ്രോബ്ലംസ്, അതായത് ഗണിത പ്രശ്നങ്ങൾ ധാരാളം ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പം ഇവിടെ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ പരീക്ഷണത്തിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പരീക്ഷണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബാർ മാഗ്നറ്റ് അല്ലേ, ഒരു ബാർ കാന്തം വേണം, സോളിനോയിഡ് വേണം, ഗാൽവനോമീറ്റർ വേണം. അപ്പോൾ അവിടെ ഒന്നുകിൽ ബാർ കാന്തമോ അല്ലെങ്കിൽ സോളിനോയിഡോ ചലിക്കുന്ന സമയത്ത് അവിടെ ഒരു ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് അവിടെ ഒരു വൈദ്യുതി ഉണ്ടാവുന്നുണ്ട് അല്ല. ഈ വൈദ്യുതിയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കുന്നത്, പ്രേരിത വൈദ്യുതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ മൈക്കൽ ഫാരഡേ ആണ് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രതിഭാസത്തിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുതകാന്തിക പ്രേരണം എന്ന് വിളിക്കുന്ന ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റമുണ്ടാകുന്നതിൻ്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുതകാന്തിക പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രേരിത EMFനെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന ചുറ്റുകളുടെ എണ്ണമാണ്, പിന്നെ കാന്തത്തിൻ്റെയോ അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെയോ ചലന വേഗത, കാന്തത്തിൻ്റെ ശക്തി, ഇതൊക്കെ അവിടെ ഉണ്ടാവുന്ന പ്രേരിത വൈദ്യുതിയെ സ്വാധീനിക്കും. കാന്തത്തിൻ്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് പ്രേരിത വൈദ്യുതി കൂടും, ചുറ്റുകളുടെ എണ്ണം കൂടും. സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രേരിത വൈദ്യുതി കൂടും. അതുപോലെ ചലന വേഗത, സോളിനോയിഡിൻ്റെയോ അല്ലെങ്കിൽ ബാർ കാന്തത്തിൻ്റെയോ ചലന വേഗത കൂടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാവുന്ന പ്രേരിത വൈദ്യുതിയുടെ അളവ് കൂടും. അപ്പോൾ ഇത് ചോദിക്കാവുന്നതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ വലതുകൈ നിയമം, ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം അല്ലേ, ഇവിടെ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞ ജോൺ അംബ്രോസ് ഫ്ലെമിങ് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്നൊരു കാര്യം, ഇവിടെ ചാലകം ചലിക്കുകയാണ്. ചാലകം എവിടെ ഇരുന്നിട്ടാണ് ചലിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടക്ടർ എവിടെ ഇരുന്നിട്ടാണ് ചലിക്കുന്നത്? ഒരു കാന്തിക മണ്ഡലത്തിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നിട്ടാണ് ചലിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നു. ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട്, ഒരു പ്രേരിത വൈദ്യുതി ഉണ്ടാവുന്നു. ആ പ്രേരിത വൈദ്യുതിയുടെ ദിശ കണക്കാക്കുന്നതിനാണ് ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായി ചലിപ്പിക്കുന്നെന്ന് കരുതുക അല്ലേ. കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ചലിപ്പിക്കുകയാണ്. അപ്പോൾ വലത് കൈയിലെ തള്ളവിരൽ, തമ്പ്, ചൂണ്ടുവിരൽ, ഫോർ ഫിംഗർ, നടുവിരൽ, മിഡിൽ ഫിംഗർ എന്നിവ ഓരോന്നും പരസ്പരം ലംബമായി പെർപെൻഡിക്കുലറായിട്ട് വയ്ക്കുക. അപ്പോൾ ഇതിൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർ ഫിംഗർ അല്ലേ, ചൂണ്ടുവിരൽ ഫോർ ഫിംഗർ ആണ്, അത് കാന്തിക മണ്ഡലമാണ്. പിന്നെ കറണ്ടിൻ്റെ ദിശ സൂചിപ്പിക്കുന്നത് നടുവിരലാണ്, സെൻട്രൽ ഫിംഗർ ആണ്, സെൻട്രൽ ഫിംഗർ. സി എന്ന് പറഞ്ഞാൽ കറണ്ട് അല്ലേ. ഇനി തമ്പാണെന്ത്? ചാലകത്തിൻ്റെ ചലന ദിശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം ചോദിക്കാം. ഇത് ഏതെങ്കിലും ഒരു ചിത്രം തന്നിട്ട് ആ ചാലകം എങ്ങോട്ടേക്ക് ചലിക്കുന്നു, അവിടെ എങ്ങനെ ചലിച്ചാലാണ് ഇങ്ങനെ കറണ്ട് ഉണ്ടാവുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ആ കറണ്ടിൻ്റെ ദിശ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അത് എഴുതുക. 2ഓ 3ഓ മാർക്കിനൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി നമുക്കുള്ളത് AC വൈദ്യുതിയും അതുപോലെ DC വൈദ്യുതിയാണ്. പ്രത്യാവർത്തി ധാരാ വൈദ്യുതിയും അതുപോലെ നേർധാര വൈദ്യുതിയുമാണ്. അവിടെ തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാര വൈദ്യുതി അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തി ധാരാ വൈദ്യുതി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ജനറേറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? യാന്ത്രികോർജ്ജത്തെ, മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുക, അല്ലെങ്കിൽ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പഠിക്കുന്നത് AC ജനറേറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ചിത്രം അവർ തരും, എന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് സാധാരണയായിട്ട് ചോദിക്കാറ്. അപ്പോൾ ഇവിടെ N ഉം S എന്താണ്? ഫീൽഡ് കാന്തങ്ങളാണ്. ആർമേച്ചറിൻ്റെ ABCD എന്ന് പറയുന്ന ആർമേച്ചറാണ്. ഇവിടെ B1 B2 ഗ്രാഫൈറ്റ് ബ്രഷുകളാണ്. R1 R2 എന്ന് പറയുന്നത് സ്ലിപ്പ് റിങ്ങുകളാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടാണ് സ്ലിപ്പ് റിങ്ങുകൾ എന്ന് പറയുന്നത്.
അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ആ റിങ് എപ്പോഴും ഇപ്പോൾ AC ജനറേറ്ററിലാണെങ്കിൽ R1 എന്ന് പറയുന്നത് B1 എപ്പോഴും സമ്പർക്കം ഉണ്ടായിരിക്കും, R2 എന്ന് പറയുന്നത് B2 എപ്പോഴും സമ്പർക്കം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഓരോ സെക്കൻഡ് ദിശ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വൈദ്യുതിയാണ് നമുക്ക് കിട്ടുക. ദിശ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വൈദ്യുതിയാണ് നമുക്ക് കിട്ടുക. കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ 0 ഡിഗ്രി കറങ്ങുകയാണെങ്കിൽ, 0 ഡിഗ്രിയിലാണെങ്കിൽ നമ്മൾ ആർമേച്ചർ 0 ഡിഗ്രി കറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന EMF 0 ആയിരിക്കും. 90 ഡിഗ്രി ആകുമ്പോൾ മാക്സിമം കറണ്ട് ഉണ്ടാവും. പിന്നെ 180 ഡിഗ്രി കറങ്ങുമ്പോൾ അവിടെ കറണ്ട് വീണ്ടും 0 ആവും, അല്ലെങ്കിൽ EMF വീണ്ടും 0 ആവും. 270 ആകുമ്പോൾ നെഗറ്റീവ് മാക്സിമം, 350 ആകുമ്പോൾ വീണ്ടും 0 മാറും. കാര്യം ഒന്ന് ശ്രദ്ധിക്കാം അല്ലേ. അപ്പം ഫ്ലക്സ് വ്യതിയാന നിരക്ക് പരമാവധി ആകുമ്പോഴാണ് അവിടെ പരമാവധി കറണ്ട് ഉണ്ടാവുക, പരമാവധി EMF ഉണ്ടാവുക. രാജ്യത്ത് ഉപയോഗിക്കുന്ന വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC ആവൃത്തി എന്ന് പറഞ്ഞാൽ 50 ഹെഡ്സ് ആണ്, 50 സൈക്കിൾ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം അവിടെ ഈ ആർമേച്ചർ കറങ്ങേണ്ടി വരും അല്ലേ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സ്ലിപ്പ് റിങ്ങുകൾ ബ്രഷുമായി ഉരസി സ്പാർക്ക് ഉണ്ടാവുന്നതിനാൽ AC ജനറേറ്ററുകളിൽ കാന്തമാണ്, വലിയ AC ജനറേറ്ററുകളിൽ കാന്തമാണ് എന്ത് ചെയ്യുക, കറക്കുക. ഇത്തരത്തിൽ കറക്കാൻ ആവശ്യമായ യാന്ത്രികോർജ്ജം ലഭിക്കാൻ പല മാർഗ്ഗങ്ങളും അവലംബിക്കാറുണ്ട്. ഡീസൽ, പെട്രോൾ എഞ്ചിൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. സ്പാർക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫീൽഡ് കാന്തത്തെ പിടിച്ച് എന്ത് ചെയ്യും, കറക്കും. അങ്ങനെ കറങ്ങുന്ന ഭാഗത്തെ നമ്മൾ റോട്ടർ എന്നും സ്ഥിരമായി നിൽക്കുന്ന ഭാഗത്തെ സ്റ്റേറ്റർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് DC ജനറേറ്ററാണ്. DC ജനറേറ്ററിൽ എന്താ പ്രത്യേകത? അവിടെ ഉണ്ടാകുന്ന വൈദ്യുതി AC തന്നെയാണ്. ആർമേച്ചറിൽ ഏത് ജനറേറ്റർ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ജനറേറ്റർ ആണെങ്കിലും, AC ജനറേറ്റർ ആണെങ്കിലും DC ജനറേറ്റർ ആണെങ്കിലും ആർമേച്ചറിനുള്ളിൽ ഉണ്ടാകുന്ന വൈദ്യുതി AC ആയിരിക്കും. പ്രത്യാവർത്തി ധാരാ വൈദ്യുതി ആയിരിക്കും, നിരന്തരം ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി ആയിരിക്കും. പക്ഷേ DC ജനറേറ്ററിൽ എന്ത് ചെയ്യും, അവിടെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ, പകുതി മുറിഞ്ഞ റിംഗ് ഉണ്ടല്ലോ, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്യും, അതിനൊരു ദിശയിലാക്കി മാറ്റും. അങ്ങനെയാണ് ഒരു ദിശയിലാക്കി മാറ്റിയിട്ട് ആ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററാണ് അത് ചെയ്യുന്നത് അവിടെ. അതുകൊണ്ടാണ് അതിനെ DC ജനറേറ്റർ എന്ന് വിളിക്കാൻ കാരണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ ഗ്രാഫ് AC ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നതാണ്. അത് തുടർച്ചയായിട്ട് ദിശ മാറുന്നു അല്ലേ. അവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന DC വൈദ്യുതിയാണ്. അവിടെ ദിശ മാറുന്നില്ല, ഒരേ സ്ട്രെയിറ്റ് ലൈനാണ്, ഒരേ വോൾട്ടേജാണ് അവിടെ കിട്ടുക, വോൾട്ടേജ് മാറുന്നില്ല ഇല്ലേ. പക്ഷേ മൂന്നാമത്തെ എന്തെന്നൊക്കെ DC ജനറേറ്ററാണ്. അവിടെ EMF, അവിടെ ദിശ മാറുന്നില്ല, പക്ഷേ EMF കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, വേരിയേഷൻസ് ഉണ്ട് അല്ലേ. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്താണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷനിലേക്ക് പോവുക. മ്യൂച്വൽ ഇൻഡക്ഷൻ, ആ മ്യൂച്വൽ എന്ന വാക്കുന്നതിന് ക്ലിയർ ആണ്. നിങ്ങൾക്ക് 2 കോയിൽ ഉണ്ടെന്ന് അല്ലേ. അതായത് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഉണ്ട്. അതൊരു പച്ചരിമ്പ് കോറിൻ്റെ മേലെ, ഒരു സോഫ്റ്റ് അയൺ കോറിൻ്റെ മേലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൈമറി കോയിലിൽ കറണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ, ആ കറണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ പ്രൈമറി കോയിലിന് ചുറ്റിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ എന്തുണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവും. നമുക്കറിയാം, ഒരു കോയിലിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ, കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ അതിന് ചുറ്റിൽ എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ പ്രൈമറി കോയിലിലെ കറണ്ടിൽ വ്യത്യാസമുണ്ടെങ്കിൽ, അതിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ പ്രൈമറി കോയിലിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിലും എന്തുണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ആര് കിടക്കുന്നത്, സെക്കൻഡറി കോയിൽ കിടക്കുന്നത്. അപ്പോൾ സെക്കൻഡറി കോയിൽ എന്തുണ്ടാവാം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാം അല്ലേ. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് വഴി അവിടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബൾബ് എന്ത് ചെയ്യാം, കത്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ ഒരു പ്രതിഭാസത്തിനെയാണ്, ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഇവിടെ പ്രൈമറി കോയിലിൽ DC ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് കറണ്ട് മാക്സിമം ആവും പ്രൈമറിയിൽ, സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് കറണ്ട് 0 ആവും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വേരിയേഷൻസ് വരികയാണെങ്കിൽ എന്തുണ്ടാവും, അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻസ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവുകയും ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുകയും അത് അവിടെയുള്ള ബൾബ് പ്രകാശിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഏത് കോയിലാണ് നാം വൈദ്യുതി നൽകുന്നത് അതാണ് പ്രൈമറി കോയിൽ. ഏത് കോയിലാണോ വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യുന്നത് അതിനെ നമ്മൾ എന്ത് വിളിക്കുക, സെക്കൻഡറി കോയിൽ എന്നാണ് വിളിക്കുക. അപ്പം DC പകരം, ഇപ്പോൾ നമ്മൾ DC ബാറ്ററി വെച്ചു, DCക്ക് പകരം AC ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്വിച്ചിൻ്റെ ആവശ്യമില്ല, തുടർച്ചയായിട്ട് എന്ത് ചെയ്യും, AC എന്ന് പറഞ്ഞാൽ തന്നെ വേരിയേഷൻസ് ഉള്ള കറണ്ടാണ്. ആ വേരിയേഷൻസ് ഉള്ള കറണ്ട് ഉള്ളത് കൊണ്ട് തന്നെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യും, ആ സെക്കൻഡറിയിലുള്ള ബൾബ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ സമീപസ്ഥങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്ന, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന 2 ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റം ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റം ഉണ്ടാകും അല്ലേ. അതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളും എന്ത് ചെയ്യുന്ന ഒരു EMF പ്രേരിതമാകുന്ന ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ.
അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് എന്ത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടേജ് ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എ സി വോൾട്ടേജ് ഉയർത്താനോ താഴ്ത്താനോ വേണ്ടി ഉപയോഗിക്കും. എ സി മാത്രമേ പറ്റുള്ളൂ, ഡി സി പറ്റില്ല. ഡി സിയിൽ എന്തില്ല, വേരിയേഷൻസ് ഇല്ല. വേരിയേഷൻസ് ഇല്ലാത്ത വൈദ്യുതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വൈദ്യുതകാന്തിക പ്രേരണ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒന്നും ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ എ സിയുടെ വോൾട്ടേജ് ഉയർത്തുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും എ സി വോൾട്ടേജ് താഴ്ത്തുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും വിളിക്കും. അപ്പോൾ രണ്ടിൻ്റെയും ഒരു രേഖാചിത്രമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ അതായത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം, രണ്ടിന് ഇൻപുട്ടിലാണെങ്കിലും ഔട്ട്പുട്ടിലാണെങ്കിലും പവർ തുല്യമായിരിക്കും. അത് ഐഡിയൽ കേസാണ്, അങ്ങനെ ഒന്നല്ല ശരിക്കും ഉണ്ടാവും. പക്ഷേ ഐഡിയൽ കേസ് നമ്മൾ എന്ത് പറയുന്നു, ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും തുല്യ പവറാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറിയിലെ വോൾട്ടേജ് കുറവും സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലുമാണ്. അപ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജ് കുറവാകുന്ന സമയത്ത് അവിടുത്തെ കറണ്ട് കൂടുതലാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ കറണ്ട് കൂടുതലാകുമ്പോൾ അവിടെ കൂടുതൽ കട്ടി കൂടിയ തിക്നെസ് കൂടിയ കോയിലുകൾ ഉപയോഗിക്കണം, പ്രൈമറി കോയിൽ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് അവിടെ കട്ടി കൂടിയത് ഉപയോഗിക്കുന്നത്. സെക്കൻഡറിയിലാണെങ്കിൽ വോൾട്ടേജ് കൂടുതലാണ്, അതുകൊണ്ട് കറണ്ട് കുറവായിരിക്കും. അപ്പോൾ കട്ടി കുറഞ്ഞത് ഉപയോഗിച്ചാൽ മതി. ഇനി സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലോ അവിടെയും പവർ തുല്യമാണ്. രണ്ട് പ്രൈമറിയിലാണെങ്കിലും സെക്കൻഡറിയിലാണെങ്കിലും പവർ തുല്യമാണ്. അപ്പോൾ ഇൻപുട്ടിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ വോൾട്ടേജ് കൂടുതലാണ്, അപ്പോൾ അവിടെ കറണ്ട് കുറവായിരിക്കും. അപ്പോൾ തിക്നെസ് കുറഞ്ഞ കമ്പികൾ ഉപയോഗിച്ചാൽ മതി. ഇനി സെക്കൻഡറി കോയിൽ എന്താണ് സംഭവിക്കുക, വോൾട്ടേജ് കുറയും, കറണ്ട് കൂടും. കറണ്ട് കൂടുമ്പോൾ കട്ടിയുള്ള കമ്പികൾ ഉപയോഗിക്കേണ്ടി വരും അല്ലേ. കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ചുറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും, അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് പ്രേരിത ഇ എം എഫിൻ്റെ അളവ് കൂടും. ഇനി ഈ ഒരു ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വി എസ് ബൈ വി പി സീക്വൽ ടു എൻ എസ് ബൈ എൻ പി ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടാണ്. വി എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ്, വി പി എന്ന് പറഞ്ഞാലോ പ്രൈമറിയിലെ വോൾട്ടേജ്, എൻ എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം, എൻ പി എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. ഇത് വെച്ചിട്ട് ഒരു ചോദ്യം എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പവർ എന്ന് പറയുന്ന വോൾട്ടേജിൻ്റെ കറണ്ടാണ്. പ്രൈമറിയിലെ കറണ്ടും പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും തുല്യമാണ്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്, വി എസ് അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് അപ്പിലും സ്റ്റെപ്പ് ഡൗണിലൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാം, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി സെൽഫ് ഇൻഡക്ഷൻ, ഇവിടെ ഒരൊറ്റ കോയിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരൊറ്റ കോയിൽ മാത്രമേ ഉള്ളൂ അല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ കേസിൽ 6 വോൾട്ട് ഡി സി കൊടുത്തു, സ്വിച്ച് ഓൺ ചെയ്യുന്നു, സ്വിച്ച് അങ്ങനെ തുടർച്ചയായിട്ട് ഓഫും ഓണും ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇതിലൂടെയുള്ള വൈദ്യുതിയുടെ ഒരു വ്യത്യാസങ്ങൾ, ആദ്യം ഓൺ ചെയ്യുന്ന സമയത്ത് വൈദ്യുതി മാക്സിമം ആവുന്നു, ഓഫ് ചെയ്യുന്ന സമയത്ത് വൈദ്യുതി 0 ആവുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വൈദ്യുതിയിൽ ഭയങ്കരമായിട്ട് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ വൈദ്യുതിയിൽ വ്യത്യാസം വരുമ്പോഴോ ഈ കോയിലിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വ്യത്യാസം വരും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ വ്യത്യാസം വന്നാൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കോയിലിൽ എന്തുണ്ടാവും, ഒരു ഇൻഡ്യൂസർ ഇ എം എഫ് ഉണ്ടാവും, നമ്മൾ പഠിച്ചാണ്. പക്ഷേ ഇതിൻ്റെ അടുത്ത് എന്തില്ല, കോയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ കോയിൽ തന്നെ എന്തുണ്ടാവും, ഒരു ഇൻഡ്യൂസർ ഇ എം എഫ് ഉണ്ടാവും. അതിനെ നമ്മൾ എന്താ വിളിക്കുക, ബാക്ക് ഇ എം എഫ് എന്നാണ് വിളിക്കുക. ബാക്ക് ഇ എം എഫ് എന്ന് വിളിക്കാൻ കാരണം അത് നേരത്തെ ഉണ്ടായിരുന്ന കറണ്ടിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, വിപരീത ദിശയിലാണ്. അപ്പോൾ അവിടെ ടോട്ടൽ കറണ്ട് കുറയുക ചെയ്യാം, ആ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് കുറയും. അപ്പോൾ ഒരു ബൾബൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ സെൽഫ് ഇൻഡക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി കുറയുകയാണ് ചെയ്യുക, ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി, പ്രകാശ തീവ്രത കുറയും അല്ലേ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിലൊരു ഇ എം എഫ്, ബാക്ക് ഇ എം എഫ് ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് ഇൻഡക്ഷൻ്റെ അളവ്, അതായത് ഡി സിയിൽ അത്ര തന്നെ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവില്ല, പക്ഷേ എ സിയിലാണ് എന്തുണ്ടാവുക, സെൽഫ് ഇൻഡക്ഷൻ ധാരാളം ഉണ്ടാവുക. ഇനി അതിൻ്റെ ഉള്ളിൽ ആ സോളിനോയിഡിൻ്റെ ഉള്ളിലൊരു അയൺ കോറ് കൂടി അല്ലേ, സോഫ്റ്റ് അയൺ കോറ്, ഒരു പച്ചിരുമ്പ് കോറ് വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, വീണ്ടും നമ്മുടെ ബാക്ക് ഇ എം എഫ് കൂടും. ബാക്ക് ഇ എം എഫ് കൂടി കഴിഞ്ഞാൽ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് കുറയുകയും അവിടെ ബൾബിൻ്റെ പ്രകാശ തീവ്രത പറ്റെ കുറയുകയും ചെയ്യും. അത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അത് ഇപ്പോൾ ഒരു 2 വർഷമായി ചോദിച്ചിട്ട്, അപ്പം നാളത്തെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇനി അടുത്തത് ഇൻഡക്ടറാണ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒരു സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് ഇൻഡക്ടർ. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുക, അതിനെ ഓപ്പോസ് ചെയ്യുന്ന കമ്പി ചുരുളുകളാണ് ഇൻഡക്ടറുകൾ. എ സി സർക്യൂട്ടിലാണ് ഇവ പ്രവർത്തിക്കുക. എ സി സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്നതിനാണ് ഇൻഡക്ടറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക, എ സി സർക്യൂട്ടിലാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ വ്യാപകമായിട്ട് ഇൻഡക്ടറുകൾ ഉപയോഗിക്കാറുണ്ട്. ഇൻഡക്ടറുകൾ പകരം എ സി സർക്യൂട്ടിൽ
പ്രതിരോധങ്ങൾ ഉപയോഗിച്ചാൽ എന്തായിരിക്കും പ്രശ്നം? അത് കൂടുതൽ താപോർജ്ജം, വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കിയിട്ട് നഷ്ടപ്പെടുത്തും അല്ലേ? DC സർക്യൂട്ടുകൾ ഇൻഡക്ടർ ഉപയോഗിക്കാറില്ല. എന്താ കാരണം? AC യിൽ മാത്രമാണ് ഇൻഡക്ടർ പ്രവർത്തിക്കുക അല്ലേ? ബാക്ക് EMF ഉണ്ടാവുക എവിടെയാണ്? AC യിലാണ്. അപ്പോൾ അങ്ങനെയാണത് വൈദ്യുതിയുടെ അളവ് കുറയ്ക്കുന്നത് ബാക്ക് EMF വഴി. ഇനി അടുത്ത് ചലിക്കും ചുരുൾ മൈക്രോഫോണാണ്. ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്താണ്? മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാം. നമ്മൾ ശബ്ദം പുറപ്പെടുവിക്കുന്നു, അതിനെ ഇപ്പോൾ ഡയഫ്രം കമ്പനം ചെയ്യും. ഡയഫ്രം കമ്പനം ചെയ്യുമ്പോൾ ഡയഫ്രത്തോട് ഘടിപ്പിച്ചിട്ടുള്ള വോയിസ് കോയിൽ കമ്പനം ചെയ്യും. വോയിസ് കോയിൽ ഏതിൻ്റെ മേലെ ഇരുന്നിട്ട് അടുത്താണ് കമ്പനം ചെയ്യുക? സ്ഥിരകാലത്തിൻ്റെ അടുത്താണ് കമ്പനം ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവുന്നു? അതിന് വൈദ്യുതിയാക്കി മാറ്റുന്നു അല്ലേ? വൈദ്യുതിയാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. ഒരു കമ്പനം ചെയ്യുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് കറണ്ടായിട്ട് മാറുന്നു. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ നമുക്കുള്ളത് രണ്ടാമത്തെ ഒരു പാർട്ടാണ്. ഈ ചാപ്റ്ററിൽ 2 പാർട്ടുകൾ കൂടി ചേർന്നാണ് പവർ പ്രേഷണവും വിതരണം, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അണ കെട്ടിയിട്ട് അല്ലേ, ഡാം കെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാക്കിയിട്ടാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളൊക്കെ സാധാരണയായിട്ട് 11 kVയിലാണ്. 11 kV എന്ന് പറഞ്ഞാൽ 11,000 വോൾട്ടിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. 11,000 വോൾട്ടിലാണ്. അപ്പോൾ ഇവിടെ ദൂര സ്ഥലങ്ങളിലേക്ക് ഇതൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എന്തായാലും ഊർജ്ജനഷ്ടം ഉണ്ടാവും, താപം മൂലമുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാവും. നമുക്കറിയാം ജൂൾ നിയമപ്രകാരം H=I²RT ആണ്. അപ്പോൾ താപനഷ്ടം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ I കുറയ്ക്കണം, R കുറയ്ക്കണം, അതുപോലെ T കുറയ്ക്കണം. സമയം ഒരിക്കലും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ കുറയ്ക്കാൻ പറ്റുന്ന R ആണ്. R കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രതിരോധം കുറയ്ക്കണം. പ്രതിരോധം കുറച്ചാൽ, അതായത് റെസിസ്റ്റൻസ് കുറഞ്ഞ വയറുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ ഒക്കെ വയറുകളായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. അപ്പം എന്താ സംഭവിക്കുക? സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വയറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ KSEB ഒക്കെ നഷ്ടത്തിലാവും. കാരണം ആൾക്കാരെന്ത് ചെയ്യും? ഒരു ഷോക്ക് അടിച്ചാലും വേണ്ടില്ല, ഈ ലൈനുകളൊക്കെ ഇലക്ട്രിക് ലൈനുകളൊക്കെ വെട്ടിക്കൊണ്ടുപോകും അല്ലേ? സ്വർണത്തിനും വെള്ളിക്കും നല്ല വിലയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു അത്യാവശ്യം വില കുറഞ്ഞിട്ടുള്ള അലുമിനിയം കമ്പികളാണ് ഉപയോഗിക്കുക. പിന്നെ നമുക്കുള്ളത് അവിടെ I കുറയ്ക്കുക എന്നുള്ളതാണ്. I കുറയ്ക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. I കുറയ്ക്കുമ്പോൾ എന്ത് കുറയും? പവർ കുറയും. അപ്പോൾ പവർ കുറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ടേജ് കൂട്ടണം. അപ്പോൾ വോൾട്ടേജ് കൂട്ടാൻ നമുക്കൊരു മാർഗ്ഗമുണ്ട്. നമ്മൾ നേരത്തെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന വൈദ്യുതി 11,000 വോൾട്ടിലാണ് അല്ലെങ്കിൽ 11 kVയിലാണ്. അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? 230 kV ആക്കി മാറ്റും. 230 kV ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അത് 220, 230 kV വരെ ആക്കിയിട്ടാണ് നമ്മൾ പ്രേഷണം ചെയ്യുക. മനസ്സിലാവും? പിന്നീട് അത് എന്ത് ചെയ്യും? സബ്സ്റ്റേഷനിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ വോൾട്ടേജ് കുറച്ചിട്ട് വീട്ടിനടുത്തുള്ള ട്രാൻസ്ഫോമർ അതിനെ എന്താക്കി 230 വോൾട്ട് ആക്കിയിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് എത്തിക്കുന്നത് അല്ലേ? അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് 4 വയറുകളാണ് പുറത്ത് വരിക. ഒരു ന്യൂട്രലും പിന്നെ 3 ഫേസുകളുമാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 230 വോൾട്ടാണ്. അപ്പോൾ ഒരു ഫേസിലും ഒരു ന്യൂട്രലും ആണ് കോണ്ടാക്ട് വരുന്നതെങ്കിൽ ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. 2 ഫേസിൽ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം, 2 ഫേസ് വയറുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 400 വോൾട്ടാണ്. അത് തമ്മിൽ തൊടുകയാണെങ്കിൽ ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഗൃഹവൈദ്യുതീകരണം നമുക്കറിയാം. ഒരു വീട്ടിലേക്ക് ഒരു ലൈവ് ലൈൻ, അതായത് ഫേസ് ലൈനും വേണം, ന്യൂട്രൽ ലൈനും വേണം. അത് നേരിട്ട് ആദ്യം കൊടുക്കുന്നത് വാട്ട് അവർ മീറ്ററിലേക്കാണ്. പിന്നീട് മെയിൻ ഫ്യൂസിലേക്ക് വരും. പിന്നീടാണ് മെയിൻ സ്വിച്ചിലേക്ക് വരിക. പിന്നെ ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എപ്പോഴും ഫ്യൂസുകളൊക്കെ ഘടിപ്പിക്കുക ഫേസ് ലൈനിലാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എർത്ത് ലൈൻ കൂടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ വാട്ട് അവർ മീറ്റർ, നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. ഇതിൻ്റെ യൂണിറ്റ് തന്നെയാണ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു 100 വാട്ടിൻ്റെ ഒരു ബൾബ് ഉണ്ടെന്ന് വിചാരിക്കുക. 100 വാട്ടിൻ്റെ ബൾബ് ഒരു വീട്ടിൽ 5 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ടോ? 100 വാട്ടിൻ്റെ ബൾബ് 5 മണിക്കൂർ പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ ഒരു ദിവസം മൊത്തം ചിലവ് എത്ര ഇത് വരും? 100 വാട്ട് ഇൻറ്റു സമയം 5 അവർ അല്ലേ? അപ്പോൾ 500 വാട്ട് അവർ ആണ് ഒരു ദിവസം അവിടെ ഉപയോഗിക്കുന്ന ഊർജം. 500 വാട്ട് അവർ, അതായത് 100 × 5 അവർ. അപ്പോൾ 500 വാട്ട് അവർ. ഇനി ഇതിന് നമ്മൾ എന്തിലേക്ക് മാറ്റണം? കിലോ വാട്ട് അവറിലേക്ക് മാറ്റണം. കിലോ വാട്ട് അവറിലേക്ക് മാറ്റുന്ന 1000 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 500 വാട്ട് അവർ ഹരിക്കണം 1000. അപ്പോൾ എത്ര വരിക? 0.5 കിലോ വാട്ട് അവറാണ് വരിക. അപ്പോൾ ഈ 0.5 കിലോ വാട്ട് അവർ ആണ് ഒരു ദിവസത്തെ വൈദ്യുത ഉപഭോഗം, എനർജി കൺസംഷൻ എന്ന് പറയുന്നത്. അത് 0.5 യൂണിറ്റ് ആണ്.
മനസ്സിലാവുന്ന 0.5 യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ വീട്ടിൽ എത്ര ഉപകരണങ്ങളുണ്ട് അവയുടെയൊക്കെ പവർ എടുക്കുക, അത് ഓരോന്നും എത്ര മണിക്കൂർ വീതം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നോക്കുക, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യൂണിറ്റ് കിലോവാട്ട് അവർ എന്നൊക്കെ വിളിക്കുക. ഇനി ഗാർഹിക വൈദ്യുതി വിതരണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മാർഗ്ഗങ്ങൾ, സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറുകളും ELCBകളും ഉണ്ട്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറുകളും ഉണ്ട് അല്ലേ. അതായത് ഇവിടെ കാന്തിക പ്രഭാവം അല്ലെ കാന്തിക എഫക്റ്റ്, അതായത് മാഗ്നറ്റിക് എഫക്റ്റ് വെച്ചിട്ടാണ് ഇവിടെ ഈ MCB ആയാലും ELCB ആയാലും പ്രവർത്തിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ് എന്നിവ മൂലം അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയാണെങ്കിൽ MCG സ്വയം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫാകും. പിന്നെ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓണാക്കിയിട്ട് സർക്യൂട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമുക്ക് ഓണാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇൻസുലേഷൻ തകരാറ് മൂലമോ മറ്റോ സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായാൽ അതിനെ ഓട്ടോമാറ്റിക്കായി വിച്ഛേദിക്കപ്പെടാനാണ് ELCB സഹായിക്കുക. ഇനി അതിനേക്കാളും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന RCCBകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അതൊക്കെ ലീക്കേജ് കറണ്ടുകൾ തടയാൻ വേണ്ടിയിട്ടാണ്, ലീക്കേജ് കറണ്ടുകൾ അമിതമായിട്ട് ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് 3-പിൻ പ്ലഗും എർത്തിങ്ങും, 3-പിൻ പ്ലഗ് എത്രത്തോളം സുരക്ഷിതത്വമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇസ്തിരിപ്പെട്ടികളിലൊക്കെ അല്ലേ, പവർ കൂടിയ ഉപകരണങ്ങളിലൊക്കെ തന്നെ നമ്മൾ ലോഹ ചട്ടക്കൂടുള്ള ഉപകരണങ്ങളിലൊക്കെ തന്നെ നമ്മൾ 3-പിൻ പ്ലഗ് ഉപയോഗിക്കുന്നുണ്ട്. ആ മൂന്നാമത്തെ വയർ അല്ലേ, കട്ടി കൂടിയ വയർ എവിടെയാണ് കണക്ട് ചെയ്യുക, ലോഹ ചട്ടക്കൂടിലാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ലോഹ ചട്ടക്കൂടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തൊടുന്ന ആൾക്ക് ഷോക്ക് എങ്ങാനും ഏൽക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നേരിട്ട് അങ്ങോട്ട് പോയിക്കോളും. പ്രതിരോധം കുറഞ്ഞ പാതയിലൂടെ വൈദ്യുതി കടന്നു പോകും, അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയിക്കോളും അല്ലേ. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പം മൂന്നാമത്തെ വയർ, അതായത് ഈ എർത്ത് വയർ എവിടെയാണ്, ലോഹ ചട്ടക്കൂടിൽ ആ ഫ്രെയിമിലാണ് കൊടുക്കുക കേട്ടോ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ചില AC-യിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുണ്ടാവും, ചിലത് DC-യിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പം ഈ ബാറ്ററി അല്ലേ, കാൽക്കുലേറ്റർ, വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ DC-യിൽ മൊബൈൽ തുടങ്ങിയൊക്കെ DC-യിൽ പ്രവർത്തിക്കുന്നവയാണ്. അപ്പം ഇവയെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ AC DC ആക്കുന്ന ഒരു സംവിധാനമാണ് റെക്ടിഫയർ. ആ ഒരു കാര്യം ആലോചിച്ചോളൂ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. AC DC ആക്കുന്ന സംവിധാനമാണ് റെക്ടിഫയർ കേട്ടോ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്തത് വൈദ്യുതാഘാതം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വൈദ്യുതാഘാതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് മുൻകരുതലുകൾ വളരെ പ്രധാനപ്പെട്ടാണ്. പ്രത്യേക സാഹചര്യങ്ങൾ മുൻകരുതലുകൾ, അത് വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതണം. വളരെ വിശദമായിട്ട് നിങ്ങൾ വായിക്കുക, വളരെ സമാധാനത്തോട് കൂടിയിട്ട് വായിക്കുക, വളരെ നന്നായിട്ട് ഉത്തരം എഴുതുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു.